പിള്ളയോട് സത്യഭാമ ചോദിക്കുകയാണ്. ഇവര് നടത്തുന്ന ഹോട്ടല് പിള്ളച്ചേട്ടന് അറിയാമെന്നല്ലേ പറഞ്ഞത്? അറിയാമെന്ന് പിള്ള പറയുകയാണ്. സത്യഭാമ ചോദിക്കുകയാണ്, ഹോട്ടലിന്റെ റേറ്റിംഗ് എത്രയാണ്? 3 സ്റ്റാറോ 5 സ്റ്റാറോ? അത് അത്ര വലിയ ഹോട്ടലൊന്നും അല്ല സത്യാമേ. അറിയാം പിള്ളച്ചേട്ടാ, മനസ്സിലായി. ഹോട്ടലിനും വീടിനും ഭൂമിക്കും എല്ലാം കൂടി 10 ലക്ഷം രൂപ വിലയിട്ടപ്പോഴേ ആ ചായക്കടയുടെ വലിപ്പം എനിക്ക് ഊഹിക്കാനാകും. അപ്പോൾ ഇവരുടെ ആയുഷ്കാലത്തിന്റെ സമ്പാദ്യമാണ് ആ 10 ലക്ഷം. അതും ഇപ്പോൾ നഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പണം കൊടുത്തെന്ന് കരുതി ഇവർക്ക് ആ സ്ഥലമോ വീടോ ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഭൂമി മുൻ ഭർത്താവിന്റെ പേരിലാണെന്നല്ലേ പറഞ്ഞത്? അയാൾക്ക് ആ 10 ലക്ഷം രൂപയും വാങ്ങിവെച്ചിട്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇവരെയും പെൺമക്കളെയും അവിടെ നിന്ന് ഇറക്കിവിടാം. പ്രായപൂർത്തിയായ പെൺമക്കളെയും കൊണ്ട് പിന്നെ ഇവർ എവിടെ പോയി ജീവിക്കും? അറിയാവുന്ന ഒരു തൊഴിൽ പോലും ചെയ്യാനുള്ള തറ കാൽ ചുവട്ടിൽ നിന്ന് ഒലിച്ചു പോകുമ്പോൾ പിന്നെ എങ്ങനെയാ ശാരദേ നിങ്ങൾ എന്റെ മുതല് പോയിട്ട് പലിശയെങ്കിലും തിരിച്ചു തരുന്നത്? ഞാൻ അങ്ങനെയൊന്നും എന്ന് ശാരദാമ്മ പറയാൻ തുടങ്ങുമ്പോൾ സത്യഭാമ തടുക്കുകയാണ്. സത്യഭാമ പറയുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. വാങ്ങുന്ന നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും പണം തരുന്ന ഞാൻ ചിന്തിക്കണം. 10 ലക്ഷത്തിന് മിനിമം പലിശ ഞാൻ ഇട്ടെന്ന് കരുത്. എന്നാലും മാസാമാസം 20,000 രൂപ നിങ്ങൾ എവിടെ നിന്നെടുത്ത് തരും ശാരദേ? തവണ മുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ വീടിന്റെ പടിവാതിക്കൽ തന്നെ വന്നു നിന്ന് കരയും. മക്കളുടെ വയറ്റിപ്പിഴപ്പ്, കല്യാണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പണം തിരികെ തരാൻ ഞാൻ ഇത്തിരി ശബ്ദമുയർത്തി ചോദിച്ചാൽ ഞാൻ ബ്ലേഡും അറിവുകാരിയും, നിങ്ങളാണെങ്കിൽ ഒരു അഗതിയും. അതൊന്നും വേണ്ട ശാരദേ, മെനക്കേടാണ്. നിങ്ങൾക്ക് പോകാം, ഇവിടെ നിന്നും കാശ് കിട്ടില്ല. അത്രയും പറഞ്ഞ് ശാരദാമ്മയെ ഒഴിവാക്കാനെന്ന മട്ടിൽ ഫോൺ എടുക്കുകയാണ് സത്യഭാമ. പിള്ള ശാരദാമ്മയോട് പറയുകയാണ്, പൊയ്ക്കോളൂ ശാരദാമ്മേ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അന്നേരം ജയ രാഘവൻ നായർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ശാരദാമ്മയും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് രാഘവൻ നായർക്ക് സുഖമില്ലാതാവുകയാണ്. സാർ എന്തു പറ്റിയെന്ന് വിളിച്ചുകൊണ്ട് ജയയും രമണൻ പിള്ളയും അടുത്തേക്ക് വരികയാണ്. രാഘവേട്ടാന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയും അടുത്തേക്ക് വരുന്നു. കരഞ്ഞുകൊണ്ട് സത്യഭാമ പറയുകയാണ്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, പിള്ളച്ചേട്ടാ പ്രീതിയെ വിളിക്ക്. രാഘവൻ നായരുടെ വിളി കേട്ട് തിരിച്ചു വന്ന ശാരദാമ്മ പറയുകയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതേ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണ്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അതിനുശേഷം ജയയോട് പറയുകയാണ്, മോളെ പെട്ടെന്ന് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ടുവാ, ഉപ്പിടണേ എന്ന് പറയുകയാണ്. ശാരദാമ്മ പറയുകയാണ്, കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ ചിലപ്പോൾ ഭക്ഷണം കുടുങ്ങില്ലേ? അതുപോലെ മുതിർന്നവർക്കും ചിലപ്പോൾ പറ്റും. സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ്. ജയ കൊണ്ടുവന്ന വെള്ളം ശാരദാമ്മ രാഘവൻ നായർക്ക് കൊടുക്കുകയാണ്. അന്നേരം രാഘവൻ നായരുടെ ആ പെട്ടെന്നുള്ള അവസ്ഥ മാറുകയാണ്. ശാരദാമ്മ ചോദിക്കുകയാണ്, സുഖമായില്ലേ ഇപ്പോൾ? അത് കേട്ട് ശാരദാമ്മ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആശുപത്രിയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന്. കുറച്ചുകൂടി വെള്ളം കുടിക്കെന്ന് പറഞ്ഞ് വീണ്ടും രാഘവൻ നായർക്ക് വെള്ളം കൊടുക്കുകയാണ് ശാരദാമ്മ. കരഞ്ഞുകൊണ്ട് സത്യഭാമ ഇതൊക്കെ നോക്കി കാണുകയാണ്. പിന്നീട് കാണിക്കുന്നത് റോഡരികിൽ ജീപ്പിനടുത്ത് ഫോൺ നോക്കി നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. അവിടേക്ക് ബൈക്കിൽ കമലൻ എത്തുകയാണ്. കമലനെ കണ്ട് വിഷ്ണു ചോദിക്കുകയാണ്, ആ നീ എത്തിയോ? എടാ മേസ്തിരി എന്തു പറഞ്ഞു? സൈലൻസറിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മുഴുവൻ കരിപിടിച്ചിരിക്കുകയായിരുന്നു ആശാനെ. ചുരണ്ടി ഇളക്കിയപ്പോൾ എല്ലാം ഓക്കെ ആയി. വേണേലൊന്ന് ഓടിച്ചു നോക്ക്. അന്നേരം കമലിനോട് ഇറങ്ങാൻ പറയുകയാണ് വിഷ്ണു. അന്നേരം ആ റോഡിലൂടെ സ്കൂട്ടി ഓടിച്ചു വരികയാണ് ശാലിനി. ശാലിനിയെ കണ്ട സന്തോഷത്തോടു കൂടി വിഷ്ണു കമലിനോട് പറയുകയാണ്, ദേ ആരാ വരുന്നതെന്ന് നോക്കിയേ. കമലൻ ചോദിക്കുകയാണ്, ആരാ? വർക്ക്ഷോപ്പ് മേശിരിയാണോ? വിഷ്ണു പറയുകയാണ്, ദേ ശാലിനി വരുന്നടാ. ഉള്ളതാണല്ലോ ആശാനെ, എങ്ങോട്ടായി പാഞ്ഞു പോകുന്നത്? ആ എന്ന് പറയുകയാണ് വിഷ്ണു. ശാലിനിയുടെ ആ പോക്ക് കണ്ടിട്ട് വിഷ്ണു പറയാണ്, ഇത് നമ്മുടെ ആ കോളനിയിലേക്കുള്ള പോക്കാണ്, വാ കേറ് കേറ് നമുക്ക് നോക്കാം. ഇന്നത്തെ കാര്യം പോക്കാണല്ലോ എന്റെ ഈശ്വര എന്ന് പറയുകയാണ് കമലൻ. ശാലിനിയുടെ പുറകെ പോവുകയാണ് വിഷ്ണുവും കമലനും. അന്നേരം സത്യഭാമയുടെ വീട്ടിൽ കരഞ്ഞു തന്നെ ഇരിക്കുകയാണ് സത്യഭാമ. ശാരദാമ്മ പറയുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ വിൽക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നെറുകയിലൊന്ന് തട്ടിക്കൊടുത്താൽ മതി. ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്നത് കുറച്ചേ ഉള്ളെങ്കിലും ഇതുപോലെ ഇളം ചൂടുള്ള ഉപ്പുവെള്ളം കൊടുക്കണം. താനെ ഇറങ്ങിപ്പൊയ്ക്കോളും. കുറച്ച് കൂടുതലാണെങ്കിൽ മുൻപോട്ട് താങ്ങിയിട്ട് ദേ ഇവിടെ തട്ടിക്കൊടുക്കണം എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം ഛർദിച്ചങ്ങ് പൊയ്ക്കോളും. കരഞ്ഞുകൊണ്ട് തന്നെ സത്യഭാമ ശാരദാമ്മയെന്ന് വിളിക്കുകയാണ്. ശാരദാമ്മ ഇതൊക്കെ എവിടെന്ന് പഠിച്ചു? തിരിച്ചുകൊണ്ട് ശാരദാമ്മ പറയുകയാണ്, പണ്ടൊക്കെ എല്ലാ അമ്മമാർക്കും ഇതൊക്കെ അറിയാമായിരുന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടാൻ അടുത്ത് ആശുപത്രിയൊന്നും ഇല്ലല്ലോ. ചികിത്സയും സൗകര്യവും ഒക്കെ കൂടിയപ്പോൾ പഴയതൊക്കെ എല്ലാവരും മറന്നു. സത്യഭാമ രാഘവൻ നായരോട് ചോദിക്കുകയാണ്, രാഘവേട്ട ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? നല്ല ആശ്വാസമുണ്ട് ഭാമയെന്ന് പറയുകയാണ് രാഘവൻ നായർ. സത്യഭാമ പറയുകയാണ്, ഞാനങ്ങ് പേടിച്ചു പോയി. സത്യത്തിൽ കുഴപ്പം എന്റേതാണ്.
ഞാൻ തന്നെ ഭക്ഷണം തന്നാൽ മതിയായിരുന്നു. ശേഷം ജയയോട് പറയുകയാണ്, ശ്രദ്ധിക്കണ്ടേ ജയെ, സോറി സത്യാമ്മേ. രാഘവൻ നായർ പറയുകയാണ്, അവളെ വഴക്കു പറയണ്ട, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ശാരദാമ്മ ഈ സമയത്ത് ഇവിടെ വന്നത് ഒരു നിമിത്തമാണെന്ന് കരുതിയാൽ മതി. അതിനുശേഷം ശാരദാമ്മയോട് പറയുകയാണ്, ഒരുപാട് നന്ദിയുണ്ട് ജീവൻ രക്ഷിച്ചതിന്. അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഇതൊക്കെ ഏത് വീട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നതല്ലേ. ഗ്ലാസ് ജയയുടെ കയ്യിൽ കൊടുത്ത ശേഷം വരട്ടെ സത്യാമ്മയെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ശാരദാമ്മ. പോകാൻ തുടങ്ങുന്ന ശാരദാമ്മയോട് സത്യഭാമ പറയുകയാണ്, ഒരു നിമിഷം, പണം ആവശ്യപ്പെട്ടാണ് നിങ്ങൾ ഈ പടി കയറി വന്നത്. അത് തരില്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞ് നിങ്ങളെ ഞാൻ ഇറക്കി വിടാൻ തുടങ്ങുകയായിരുന്നു. എന്നിട്ടും എന്റെ ഭർത്താവിനൊരു ആപത്ത് വന്നപ്പോൾ നിങ്ങൾ ഓടി വന്ന് സഹായിച്ചു, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പിന്നെ യാതൊരു പ്രതിഫലേച്ഛയും ഇല്ലാതെ കൈയും വീശി ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നു. ശാരദാമ്മയുടെ തോൾ തട്ടിക്കൊണ്ട് സത്യഭാമ പറയുകയാണ്, നിങ്ങളെ എനിക്ക് മനസ്സിലാകുന്നില്ല ശാരദാമ്മേ. അങ്ങനെയൊന്നും ഇല്ലാന്ന് ശാരദാമ്മ പറയുമ്പോൾ സത്യഭാമ പറയുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ മൂടത്ര ശരിയല്ലായിരുന്നു. മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരദാമ്മ എന്നോട് ക്ഷമിക്കണം. അയ്യോ അങ്ങനെയൊന്നും പറഞ്ഞ് സത്യാമ്മ ചെറുതാവല്ലേ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന തിരക്കുള്ള ആൾക്കാര്. എപ്പോഴും ഒരേ മാനസികാവസ്ഥ ആകണമെന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് മനസ്സിലാകും. സാരമില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം സത്യഭാമ പിള്ളയോട് ചോദിക്കുകയാണ്, ശാരദാമ്മയുടെ ഹോട്ടലിന്റെ പേരെന്താണ് പിള്ള ചേട്ടാ? കുടുംബശ്രീ എന്ന് പറയുകയാണ് പിള്ള. സത്യഭാമ പറയുകയാണ്, ആ ഹോട്ടൽ കുടുംബശ്രീ ശാരദാമ്മയുടെ കൈവിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ തരും 10 ലക്ഷം ഇപ്പോൾ തന്നെ. ഒന്ന് ആലോചിച്ച ശേഷം ശാരദാമ്മ പറയുകയാണ്, വേണ്ട സത്യാമ്മേ, ഇനി ആ പണം വേണ്ട. ഇപ്പോൾ സത്യാമ്മ ആ പണം എനിക്ക് തരുന്നത് ഇദ്ദേഹത്തെ സഹായിച്ചതിനുള്ള പ്രതിഫലമായിട്ടാണ്. അത് ഞാൻ സ്വീകരിക്കില്ല. സത്യാമ്മ കുറച്ചു മുന്നേ പറഞ്ഞല്ലോ, എന്നെ മുഷിച്ചിലോടെ ഇറക്കി വിട്ടിട്ടും ഞാൻ സത്യാമ്മയുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ചു എന്ന്. വാസ്തവത്തിൽ ഞാൻ രക്ഷിച്ചത് സത്യാമ്മയുടെ ഭർത്താവിന്റെ ജീവനല്ല, എന്റെ സഹോദരന്റെ ജീവനാണ്. നേരം രാഘവൻ നായർ സന്തോഷത്തോടു കൂടി ശാരദാമ്മയെ നോക്കുകയാണ്. എന്റെ മൂത്ത സഹോദരൻ ഒരു അപകടത്തിൽ പെട്ടതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ആ സമയത്ത് ഒരു അനിയത്തി ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. നേരത്തെ സത്യാമ്മ പറഞ്ഞതെല്ലാം എനിക്ക് ബോധ്യമായി. ആവശ്യക്കാരന് ഔചിത്യം ഇല്ലെന്നല്ലേ. അങ്ങനെ ഒരു പൊട്ടത്തരത്തിലാണ് ഞാൻ ഇങ്ങോട്ട് 10 ലക്ഷം ചോദിച്ച് കയറി വന്നത്. സ്വന്തം പേരിൽ ഭൂമിയില്ല, ആസ്തിയായിട്ട് എടുത്ത് കാണിക്കാൻ ഒന്നും ഇല്ല, ജാമ്യത്തിനും ആളില്ല. പണം തരുന്ന ആൾക്ക് അത് തിരിച്ചു കിട്ടുമോന്ന് നോക്കണ്ടേ. എനിക്കാണെങ്കിൽ മുതല് പോയിട്ട് പലിശ പോലും തരാൻ പറ്റിയെന്ന് വരില്ല. അതാണ് വാസ്തവം. ശരിയായിരിക്കും ശാരദാമ്മേ, പക്ഷേ നിങ്ങൾക്കത് ചിലപ്പോൾ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞുവെന്നും വരില്ല. പക്ഷേ ജീവൻ കൊടുത്തും എപ്പോഴെങ്കിലും നിങ്ങൾ ആ കടം വീട്ടും എന്നെനിക്ക് ഉറപ്പാണ്. പണത്തേക്കാൾ മാനത്തിന് വില വയ്ക്കുന്നവരാണ് നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പണം കയ്യിലുണ്ടായിട്ട് കാര്യമില്ലല്ലോ, വാങ്ങിച്ച പണം തിരികെ കൊടുക്കാൻ ഒരു മനസ്സും കൂടി വേണം. നിങ്ങൾക്കതുണ്ട്, അതാണ് എനിക്കുള്ള ഗ്യാരണ്ടി. ബാങ്കുകളെ അപ്പാടെ വിഴുങ്ങിയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് അന്യരാജ്യങ്ങളിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ശതകോടീശ്വരന്മാർ. അതേസമയം ഒരു കർഷകനോ കൈത്തൊഴിലുകാരനോ മനഃപൂർവ്വം ബാങ്ക് വായ്പ അടയ്ക്കാതെ മുങ്ങി നടക്കാറില്ല. ഒറ്റ കയ്യാലെ അവർ ആത്മഹത്യ ചെയ്യുകയേ ഉള്ളൂ. ജീവനേക്കാൾ അവർക്ക് പ്രധാനം മാനമാണെന്നർത്ഥം. ഏതായാലും ഒന്ന് വിശ്വസിക്ക്, സത്യഭാമയുടെ കയ്യിൽ നിന്നും വാങ്ങിയ പണത്തിന്റെ പേരിൽ ശാരദാമ്മയ്ക്കോ മക്കൾക്കോ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ആസവരി ചോദിച്ച് ആരും നിങ്ങളുടെ വീട്ടിൽ കയറി ഇറങ്ങുകയുമില്ല. പലിശയോ മുതലോ മുടങ്ങുന്നതെന്തായാലും നിങ്ങളുടെ ജാമ്യക്കാരൻ തന്നെ അത് അടച്ചുകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കേട്ട് സംശയത്തോടുകൂടി ശാരദാമ്മ ചോദിക്കുകയാണ്, ജാമ്യക്കാരനോ? അതാരാ എനിക്കിപ്പോ ഇവിടെ ഒരു ജാമ്യക്കാരൻ? ആ ഇരിക്കുന്ന ആളെന്ന് രാഘവൻ നായരെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് സത്യഭാമ. ശാരദാമ്മയുടെ സ്വന്തം സഹോദരൻ തന്നെ. നോക്ക്, സത്യഭാമയ്ക്ക് 10 ലക്ഷമല്ല 10,000 കോടി രൂപ മൂല്യം ഉള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള ആളാണ് ഇത്. അത് മതി ഏത് വായ്പയ്ക്കും എനിക്കുള്ള ഗ്യാരണ്ടി. ഇത് കേട്ട് മനസ്സ് നിറഞ്ഞു ചിരിക്കുകയാണ് രാഘവൻ നായർ. പിന്നീട് കാണിക്കുന്നത് ശാലിനിയുടെ സ്കൂട്ടിയുടെ പിന്നാലെ പോകുന്ന വിഷ്ണുവിനെയാണ്. കമലൻ ചോദിക്കുകയാണ്, ആശാനെ എനിക്കൊരു സംശയം. എന്താടാ? ആശാന്റെ വീടിന്റെ ഭാഗത്തേക്കല്ലേ ഏട്ടത്തിയമ്മ പോകുന്നത്? അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അതെ. ഇനിയിപ്പോ എന്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കുമോ? ആയിരിക്കാൻ സാധ്യതയുണ്ട് ആശാനെ. എന്റെ ബലമായ സംശയം ആശാൻ സത്യാമ്മയുടെ മകനാണോ എന്നുള്ളത് ഏട്ടത്തിയമ്മ കണ്ടുപിടിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഒന്ന് പോടാവിടെന്ന് വിഷ്ണു പറയുമ്പോൾ കമലൻ പറയുകയാണ്, ഏട്ടത്തിയമ്മ നമ്മളെ പോലെ അല്ല ആശാനെ, നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എടാ, അവിടെ എന്റെ മാത്രം വീടല്ലല്ലോ, വേറെയും വീടുകളുണ്ടല്ലോ.
അവിടെ വല്ല ബന്ധുക്കളെയും കാണാൻ പോവുകയായിരിക്കും. അതേസമയം അവിടെ സത്യഭാമ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, ഇനി എന്തു പറയുന്നു ശാരദാമ്മ? എന്റെ രാഘവേട്ടനെ ശാരദാമ്മ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ 10 ലക്ഷം സ്വീകരിക്കും. പലിശയ്ക്കുള്ള പണമല്ലേ, ഔദാര്യമൊന്നും അല്ലല്ലോ. ഒരു ബുദ്ധിമുട്ട് വന്നാൽ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അങ്ങനെ വേണം ഈ പണത്തെ കാണാൻ. എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദാമ്മ പറയുകയാണ്, എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഒരു ധർമ്മസങ്കടവും വേണ്ട. മുതലും പലിശയും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാമെന്ന് ശാരദാമ്മ സ്വന്തം താലി തൊട്ട് സത്യം ചെയ്തതല്ലേ. പണം തിരികെ തരുമെന്ന് ഉറപ്പുണ്ടെന്ന് ചുരുക്കം. ശാരദാമ്മ പണം കൈവശം വയ്ക്കുന്നതിന്റെ പ്രതിഫലമായി ഞങ്ങള് പലിശയും വാങ്ങുന്നുണ്ടല്ലോ. ദേ ആ പണം ഇവിടെ പെട്ടിയിൽ പൂട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണ്? ഒന്നും ഇല്ല. നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ബിസിനസ് ഉറപ്പിക്കുന്നു, അത്ര തന്നെ. ഇനി പറയ്, എന്താ സമ്മതമല്ലേ ശാരദാമ്മയ്ക്ക്? ഒന്ന് ആലോചിച്ച ശേഷം ശാരദാമ്മ പറയുകയാണ്, സമ്മതമാണ്. അത് കേട്ട് സന്തോഷിക്കുകയാണ് സത്യഭാമയും രാഘവൻ നായരും പിള്ളയും ജയയും ഒക്കെ. അന്നേരം സത്യഭാമയ്ക്ക് ഒരു ഫോൺ വരികയാണ്. സത്യഭാമ പറയുകയാണ്, മീറ്റിംഗിന് മിനിസ്റ്റർ എത്തിയെന്ന് തോന്നുന്നു. ശാരദാമ്മേ, എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. പുതിയ റോഡിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. പണം പിള്ളച്ചേട്ടൻ എടുത്തു തരും. അത് വാങ്ങിച്ചിട്ടേ പോകാവൂ. രാഘവേട്ട പോയിട്ട് വരാമേ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുകയാണ് സത്യഭാമ. അന്നേരം ആശ്വാസത്തോടെ നിൽക്കുകയാണ് ശാരദാമ്മ. പിള്ള പറയുകയാണ്, ശാരദാമ്മ നിൽക്ക്, ഞാനിപ്പോൾ പണം എടുത്തുകൊണ്ട് വരാം. അന്നേരം ശാലിനി വിഷ്ണുവിന്റെ ഗേറ്റിന് മുൻപിൽ എത്തുകയാണ്. പുറകെ വിഷ്ണുവും കമലനുമുണ്ട്. കമലൻ പറയുകയാണ്, ആശാനെ ഇത് തന്നെ, ഏട്ടത്തിയമ്മ സ്വന്തം അമ്മായിയമ്മയെ കാണാൻ വന്നതാണ്. ആ സുസ്മിത കൊച്ചിനെ ആശാന് കണ്ടു വെച്ചിട്ടുള്ളതാണ് സത്യാമ്മയെന്ന് എന്ന് പറഞ്ഞ് ഏട്ടത്തിയമ്മയുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. വീടിന്റെ മുന്നിലെത്തിയ ശാലിനി പറയുകയാണ്, അർജുനേട്ടൻ തന്ന ലൊക്കേഷൻ ഇത് തന്നെ. തലയിൽ കൈവച്ചുകൊണ്ട് കമലൻ പറയുകയാണ്, എന്റെ ദൈവമേ, ഇന്ന് കനത്ത ഇടിക്കും മഴയ്ക്കുമുള്ള സാധ്യതയാണല്ലോ. കമലനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വിഷ്ണു പറയുകയാണ്, ഒന്നും മിണ്ടാതിരിയടാ, മനുഷ്യനെ പറഞ്ഞ് പേടിപ്പിക്കാതെ. ശാലിനിയുടെ വണ്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഗേറ്റിന് വെളിയിൽ സൈഡ് ഒതുക്കുകയാണ് വിഷ്ണുവും കമലനും. പുറത്തേക്ക് ഇറങ്ങിയ സത്യഭാമ പടിക്കൽ നിന്ന് തന്നെ ഫോൺ ചെയ്യുകയാണ്. അവിടെ ഒളിഞ്ഞു നിന്നുകൊണ്ട് വിഷ്ണു കമലിനോട് ചോദിക്കുകയാണ്, ഇവൾ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? അത് എനിക്കറിയാമോ? ആശാന്റെ പ്രണയശ്വരിയല്ലേ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയാണ്, ഒരൊറ്റ ഇടി വെച്ച് തന്നാലുണ്ടല്ലോ. നീ വാ വാ എന്ന് പറഞ്ഞ് കമലിനെയും കൂട്ടി പതിയെ അകത്തേക്ക് കടക്കുകയാണ് വിഷ്ണു. ചെടികൾക്കിടയിൽ ഒളിഞ്ഞു നിന്ന് വിഷ്ണു ശാലിനിയെ നോക്കുകയാണ്. അന്നേരമാണ് കമലൻ മുറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന സത്യഭാമയെ കാണുന്നത്. സത്യഭാമയെ കണ്ട് അമ്പരന്ന കമലൻ പറയുകയാണ്, ആശാനെ, ഇങ്ങോട്ട് കയറി നിന്നത് നന്നായി. കനത്ത ഇടിക്കും മഴയ്ക്കും കൊടുങ്കാറ്റിനുമുള്ള സാധ്യത കാണുന്നുണ്ട്. ആര് പറഞ്ഞു എന്ന് പതുക്കെ ചോദിക്കുകയാണ് വിഷ്ണു. ആര് പറയണം, ദേ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞ് സത്യഭാമയെ ചൂണ്ടിക്കാട്ടുകയാണ് കമലൻ. സത്യഭാമയെ കണ്ട അന്തം വിട്ട് വിഷ്ണു, എന്റെ അമ്മ എന്ന് പറയുകയാണ്. പേടിച്ചു നിൽക്കുന്ന വിഷ്ണുവിനോട് കമലൻ ചോദിക്കുകയാണ്, ആശാനെ, ഇവിടെ ഒരു കസേര കൂടി കിട്ടുമോ? അതെന്തിനാ? രണ്ടാളും മുഖാമുഖം കണ്ടാൽ ഒന്നാം തരം ഒരു അംഗമുണ്ടാകുമല്ലോ. അതൊന്ന് റിലാക്സ് ചെയ്ത് കാണാനാണ്. ദേഷ്യപ്പെട്ട് വിഷ്ണു പറയുകയാണ്, പോടാ വൃത്തികെട്ടവനെ, മനുഷ്യനിവിടെ തീ പിടിച്ച് പേടിച്ചു നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു കോമഡി. ശാലിനി അകത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം ജനലിൽ കൂടി ശാരദാമ്മ ശാലിനി വരുന്നത് കാണുകയാണ്. ശാലിനിയെ കണ്ട് പേടിച്ച് പുറകോട്ട് മാറുകയാണ് ശാരദാമ്മ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.